എന്താ കുഞ്ഞാപ്പുവാ ഈ മാസത്തിൽ ഇത് വേണാ? ഏതാ മാസം അറിയാം എനിക്ക്? എന്നിട്ടാണ് ഈ ഓലൊക്കെ കൊണ്ടുപോണ്. പിന്നെ ഇപ്പഴാണ് മോനെ ബെർഗിന്റെ ആവശ്യം. കത്തിരി ഉണ്ടാക്കണം, എല്ലാ അപ്പങ്ങളൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പൊ കത്തിക്കാൻ വെറുകില്ലടാ. പിടിച്ചെന്നിട്ട് എനിക്ക് കൂടി ഇത് കിട്ടണല്ലേ? അതിന് ഞങ്ങളിത് കത്തിയെടുക്കല്ല, ഞങ്ങള് ചോദിച്ചിരിക്കണം. അപ്പൊ ഒരു എടുത്തോന്ന് അറിഞ്ഞിരിക്കണേ. ഇതൊക്കെ എപ്പോ വന്ന് വാരി കുട്ടിയാണ്? ഇപ്പഴ് വന്നിട്ട് കുറച്ച് നേരമായി. ഞാൻ പിടിച്ചോണ്ട് എവിടേക്ക് എന്നിട്ട് എന്തൊക്കെയാണ് കുഞ്ഞാപ്പോ പറയ്. അല്ല ഇന്നലെ എന്തിനാ വീരാകണക്കാന്റെ പെരന്റാടോ ആളില്ലാത്ത പെരന്റാടോ പോയിട്ട് ഒറ്റക്ക് വർത്താനം പറഞ്ഞിന്ന്? വീരാക്കാന്റെ പെരയിലില്ലേ, എന്നോട് പറയാ വാവാ. ഇപ്പൊ കൊറേ ദിവസമായി ഞാൻ പോക്കൊടുങ്ങിട്ട്. എന്താണ് രാവിലെ പോയിട്ട് കരണ്ട് ഇടണോ, അവരോട് ആളില്ലല്ലോ. എന്നിട്ട് ഓര് പറഞ്ഞിരിക്കണ് അല്ല വൈകുന്നേരം പോയിട്ട് കരണ്ട് ഇടാ, രാവിലെ പോയിട്ട് കെടുത്തണം, ഓരോട് ആളില്ല. അപ്പൊ ഓരോട് പറഞ്ഞതാണ്, ഇമ്മാനെ ഏൽപ്പിച്ചതാണ്. ഇമ്മ ഇന്നെ ഏൽപ്പിച്ച് വല്ലാത്തൊരു പണിയായി. വൈകുന്നേരം പോയിട്ട് ഞാന് എന്താണ് കറണ്ട് ഇടും, രാവിലെ ഞാൻ നേരം വെക്കും. ഞാൻ മോനെ നോമ്പൊക്കെ അല്ലേ, ഞാൻ കിടന്ന് ഉറങ്ങും. അപ്പൊ ഉമ്മ അറിയാടാ കറണ്ട് ഓഫാക്കിയില്ലേ, നേരെ 1 മണി ആയല്ലോ. അപ്പൊ ഞാൻ എണിച്ചിട്ട് പോകൂട്ടാ. അങ്ങനെ ഒരു ദിവസം അവിടെ ഉണ്ട് ഒരു മാങ്ങ കിടക്കുന്നു. അത് ഞാൻ എടുത്തു വന്നതിന് ഇമ്മന് ചീത്ത ഇറങ്ങി. ഇവിടെ മാങ്ങ ഉണ്ടായിട്ട് എന്തിനാണ് അവിടെ എടുത്തത്? അവിടെ സിസഡി ഉണ്ട്. എത്ര എന്താണ് സിസഡിയോ? ക്യാമറ അതൊക്കെ ഒരു കാണുള്ളൂ, ഒക്കെ ഓരോട് പറയൂലേ. ഉമ്മ പറഞ്ഞു, ഉമ്മ ഇപ്പൊ പറയണ്ടേ ഞങ്ങളോട് മാങ്ങണ്ടെന്ന്. അങ്ങനെ ആണെങ്കിൽ ഉമ്മ ഇവിടെ കൂട്ടാൻ വെച്ചിട്ട് ഒരു രസം ഉണ്ടാവില്ല. നമുക്ക് ആരെങ്കിലും തരുമ്പോ എന്തൊരു രസമാണ്, വെറുതെ കിട്ടുമ്പോ നല്ല രസമാണ്. നാളെ ഞങ്ങൾ അടുത്തുള്ള ഒരു തന്നപ്പോൾ നല്ല രസമാണ്. വെറുതെ കിട്ടിയാലേ ഉമ്മ കൂട്ടാൻ വെച്ചാൽ ഒരു രസമില്ല. പിന്നെ ഉമ്മാക്ക് ഇനി ഒന്നും തോന്നണ്ട, ഞങ്ങളാണ് കൂട്ടിയാണ്. അങ്ങനെ മോനെ ഇമ്മ പറഞ്ഞെടുക്കണ്ടാകുമ്പോ മോശല്ലേ, റംസാൻ മാസല്ലേ, ഒരു ആ സിസിഡിയിൽ കാണും അത്ര. ആ സിസിഡി കണ്ടിട്ടുണ്ടെങ്കിൽ പ്രശ്നം. അപ്പൊ ഞാൻ ആ സിസിഡിയോട് പറഞ്ഞതാണ്, നോക്കൂ സിസിഡി ക്യാമറ ഞാനേ എന്താണ് ഒരു മാങ്ങ എടുത്തിട്ടാ, ഇജ്ജ് ഒന്നും തോന്നണ്ട. ഇനി ബീരാക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാലേ ഞാൻ ഒരു മാങ്ങ എടുത്തിട്ടോളൂട്ടാ. അങ്ങനെ ഞാൻ എന്നും എന്തെങ്കിലും എടുക്കൂട്ടാ, അതിനോട് പറയാൻ പറഞ്ഞു. അത് പറഞ്ഞോളൂല്ലേ. ലാസ്റ്റ് എന്തായി? ലാസ്റ്റ് എന്തായാലും ഞാൻ ഡേറ്റ് കത്തിക്കാൻ പോകും, കൊടുക്കും, എന്തെങ്കിലും കൊണ്ടുവരും ചെയ്യും. ഈ എപ്പ കൊണ്ടുവരുന്നില്ല, അത് കോല് കാണുന്നുണ്ടാവും, എന്നോട് എങ്ങനെ പറയാച്ചിട്ടാവും. പിന്നെ നല്ല കൂട്ടുകാരനാ, ഇങ്ങോട്ടൊന്നും പറയുന്നില്ലടാ. ഇമ്മ പറഞ്ഞ അതൊക്കെ കാണുന്ന പറഞ്ഞിട്ട് എന്താ ഇന്നേറ്റ് വർത്താനം പറഞ്ഞൊന്നുമില്ല. ഞാൻ അതിനേറ്റ് ഇങ്ങനെ വർത്താനം പറയും, അത് ഇന്നേറ്റൊന്നും പറഞ്ഞില്ലട്ടാ. ലാസ്റ്റ് ഒക്കെ പിടിച്ചോളൂ. ഇല്ല, ഞാൻ അന്നൊരു മാങ്ങ എടുത്തിട്ടല്ലേ ഉള്ളൂ, ഇപ്പൊ ഒന്നും എടുക്കണില്ല. ഞാൻ ആ മാങ്ങ എടുത്ത് സിസിഡിയോട് പറഞ്ഞിട്ടോ ബിരിയാണിക്ക് വന്നാ പറഞ്ഞാളെന്നുള്ളത്. പിന്നെ ഞാൻ വിചാരിച്ചു രാവിലെ ലൈറ്റ് കെടുത്തിട്ട് ഒരു അറിയില്ലല്ലോ. അപ്പൊ ഉമ്മ അറിയാം അക്ക സിസിഡി പറഞ്ഞെടുക്കത്രേ. അപ്പൊ മോനെ ഇപ്പൊ ഇടയ്ക്ക് ഞാൻ നേരത്തെ പോകും. ഓരൊക്കെ എന്താണ് മക്കളോടൊക്കെ നോമ്പായിട്ട് മക്കളോടൊക്കെ പേരും കുടിയൊക്കെ അടിച്ചിട്ട് പോയിക്കാണ്. അപ്പൊ എന്റെ ഉമ്മാനെ ഏൽപ്പിച്ചതാണ്. ഉമ്മയാണ് ഞാൻ പണി എനിക്ക് തന്നത്. എന്തെങ്കിലും സക്കാത്തുകായൊക്കെ കിട്ടൂടാ ഉമ്മ. അല്ലെങ്കിൽ ഉമ്മ പറയും പോകണ്ടെന്ന് അറിയാം. ഉമ്മ എന്നോട് പറഞ്ഞിരിക്കണേ പോയിക്കോ ആര് വിളിച്ചാലും സഹായിച്ചു കൊടുത്തോണ്ട് ഇനിയിപ്പോ സക്കാത്തും കായൊക്കെ വരുന്നതാണ്, സക്കാത്തും കായൊക്കെ കിട്ടും, ബുദ്ധിയുണ്ട്. അപ്പൊ ആര് വിളിച്ചാലും പറ്റൂലെന്ന് പറയണ്ട, ഉമ്മാനെ ഓർത്തിട്ട് ഉമ്മാന്റെ കുട്ടിയൊക്കെ ചെയ്യണട്ടാ. അങ്ങനെ ഇപ്പൊ ഞാൻ ആര് വിളിച്ചാലും എന്തെങ്കിലും പണിയൊക്കെ എടുത്ത് കൊടുക്കും. എന്തായാലും സക്കാത്തും കായ് കഴിഞ്ഞാല് പിന്നെ എടുത്ത് കൊടുക്കും. അതുവരെ കൊടുക്കണം. ലൈസ് വാങ്ങി കിട്ടിയാ മതില്ല എനിക്ക്. ലൈസും ഉമ്മാക്കും കഴിഞ്ഞിട്ടില്ല. അല്ല ഇന്നിപ്പോ നോമ്പായിട്ട് എന്താ പരിപാടി? നോമ്പായിട്ട് എന്തൊക്കെ അമ്മ ഉണ്ടാക്കുന്നുണ്ട്. എനക്ക് നോമ്പുണ്ടോ? പിന്നെ വേറെ പറയാനൊന്നുമില്ല, ആളെ കളിയാക്കാന്. ഇല്ല പോട്ടെന്നാ. പിന്നെ നോമ്പിന് ആരൊക്കെ ക്ഷണിക്കുന്നുണ്ട് നോമ്പറക്കാന്? നോമ്പൊക്കെ ഞങ്ങളാരും ക്ഷണിക്കൊന്നുമില്ല. ഞങ്ങളാരും ക്ഷണിച്ച് ഞങ്ങള് പോകും, അങ്ങോട്ട് പോകും. ഇങ്ങോട്ട് ആരും ക്ഷണിക്കില്ല. ഇങ്ങോട്ടൊക്കെ മോശമല്ലേ, ഞങ്ങളോടൊക്കെ തന്നെ ഇല്ലാത്തടത്ത് ഓരൊക്കെ ഇറച്ചിയും പത്തിരിയും കോഴിയൊക്കെ കൊടുക്കണ്ടേ. കോഴിമുടിയൊക്കെ അല്ലേ ഉണ്ടാക്കല് നോമ്പറക്ക്? കോഴിമുട അല്ലേ ഉണ്ടാക്കല്? ഞാൻ പോട്ടടാ. അല്ല നിക്ക് വന്നോട്ടെ, അതിനെന്താ? അല്ല ഇനിയിപ്പോ എന്നെ വിളിക്കാൻ വരികയാണോ? പറഞ്ഞ മാതിരി വെറുതെ എടുത്തുണ്ടെങ്കിലേ അതൊരു പ്രശ്നമാവണ്ട. വിറക് കൊണ്ടുപോകുന്ന പറഞ്ഞിട്ടേ അതൊരു പ്രശ്നമാവണ്ട. അപ്പൊ ഇജനല്ലേ പറഞ്ഞത് ചോദിച്ചിട്ടാന്നുള്ളത്?
ഞാൻ ചോദിച്ചിക്കണ് എടുക്കണ്ട അറിഞ്ഞാ എടുക്കണ്ടതല്ല നാളെ ചോദിച്ചപ്പോ എടുത്തോന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അന്ന് മുതൽ എന്നും എടുക്കലാണ്. അതൊരു പ്രാവശ്യം പറഞ്ഞിട്ട് എന്നും എടുക്കില്ല. 2 ഓല എടുത്തോന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എന്നും 2 ഓല എടുക്കും. അത് 2 ഒന്നല്ലല്ലോ, 4 അയക്കണം, 5 അയക്കണില്ലേ. അതിന് 4 മറ്റാ എടുക്കാതിരുന്നാ പോരെ, എന്നും എടുക്കണ മാതിരി ഈ 2 എടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പൊ രാവിലെ ഒക്കെ എടുക്കുമായിരുന്നു? രാവിലെ നോമ്പല്ലട ചക്ക കാലം കിടന്ന് ഉറങ്ങന്നെ. വേറെ പണിയൊന്നും ഇല്ലല്ലേ? വേറെ എന്ത് പണി? ഉമ്മ വലിയ പണി ചെയ്തോളൂ, ഞാൻ ചെയ്യുന്നു വേണ്ട. ഞാൻ പത്തിരി ചുട്ടാൽ കൂടി ഉമ്മാക്ക് ഇഷ്ടമല്ല. ഇന്നലെ 10 വിട്ട് കേടെടുത്തി പറഞ്ഞു. എന്നിട്ട് ഉമ്മ 2 ഉണ്ടാക്കി വന്ന് ഞാൻ പോട്ടാ. ഇവിടെ എന്നിട്ട് എന്താണ് വെറുതെ റംലാ മാസാണ് എന്നോട് ഇങ്ങനെ കനിയും മെത്തനൊക്കെ ഉണ്ടാക്കിണ്ടെങ്കിൽ പറയും. ഞാൻ അതേമാതിരി അങ്ങോട്ടും പറയും. ഓരോന്ന് ചോദിച്ചും കുന്തും കുത്തൊക്കെ ചോദിച്ചറിയും. അപ്പൊ ഞാൻ പറയും ചെയ്യൂ. ഞാനിപ്പം തന്നോട് ചോദിച്ചാൽ എന്നോട് എനിക്ക് ഒതുങ്ങിന്നൂടെ? അനക്ക് അതൊക്കെ പറ്റൂല്ലേ? എനിക്ക് പറ്റാ ചോദിച്ചില്ലെങ്കിൽ മറുപടി അറിയില്ലെങ്കിൽ അത് മതി നടന്ന് പറയാൻ. കുഞ്ഞാപ്പ അഹങ്കാരം കൂടിയും മുണ്ടില്ലാന്ന് പറയും. ഞാൻ ഒന്നും പറഞ്ഞില്ല. കുഞ്ഞാപ്പ പോയിക്കോ.